കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നാലുപേരും ഇവിടെ? നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലായി, പറഞ്ഞോളൂ. അത് മാഡം, ഞങ്ങൾക്ക് 4 പേർക്കും ഒരേ മുറിയിൽ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനും മീരയും കഴിയുന്ന മുറിയില് 4 പേർക്ക് കഴിയാനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഞങ്ങൾ 4 പേരും ആ മുറിയിൽ കഴിഞ്ഞോട്ടെ. ജെനിഫറും ആയിഷയും താമസിക്കുന്ന മുറികൾക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല മാം. ഇവിടെ വെച്ച് ഞങ്ങൾ 4 പേരും പരിചയപ്പെടുന്നത്. ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ. ഞങ്ങൾക്ക് ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവുകയുള്ളൂ. അത് മാത്രമല്ല മാഡം, ജെനിഫറിന് ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. മുഴുവൻ സമയവും ഇവിടെ മുറിയിൽ തന്നെയാ, മിണ്ടാനും പറയാനും ആരുമില്ലാതെ. ഞങ്ങളുടെ മുറിയിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടാവും. ജെനിഫറിന് അത് വലിയ ആശ്വാസമായിരിക്കും. നിങ്ങൾ ഈ പറയുന്നതൊന്നും റൂം ചേഞ്ച് ചെയ്ത് തരാൻ മതിയായ കാരണങ്ങളല്ല. ഒറ്റയ്ക്കായതിന്റെ ബോറടി മാറ്റാനാണെങ്കിൽ ഇവിടെ TV ഉണ്ട്, ബുക്സ് വായിക്കാം. മാഡം, അത് മാത്രമല്ല, ഒരേ മനസ്സുള്ള 4 പേർ ഒരു മുറിയിൽ താമസിച്ച അത് പിന്നെ അവരുടെ സാമ്രാജ്യമായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന ധൈര്യത്തിൽ ഇവിടെ കിടന്ന് ഷോ കാണിക്കും. ഞങ്ങളോ? ഞങ്ങൾ ഇവിടെ കിടന്ന് ഷോ കാണിക്കുന്നോ? നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ 4 പേരും നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. ഞാൻ പൊതുവെ പറഞ്ഞതാ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാനിച്ച് നിങ്ങൾക്ക് 4 പേർക്കും കൂടി ഞാനൊരു റൂം തന്ന ഇതേ ആവശ്യം പറഞ്ഞ് മറ്റു കുട്ടികളും വരും. അവർക്കും ഞാൻ ആ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ? ഇവിടുത്തെ ഓരോ റൂമും ഓരോ ലോകമായി മാറും. എന്നെക്കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അറിഞ്ഞുകൊണ്ട് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല കുട്ടികളെ. സോറി മാഡം, ഞങ്ങൾ 4 പേർക്കും ഞങ്ങളുടേതായ വിഷമങ്ങളുണ്ട്. എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഇവരുടെ അവസ്ഥയും അതുപോലെ തന്നെയാ. ഞങ്ങൾ 4 പേരും പരസ്പരം മനസ്സിലാക്കുകയും ഇത്ര അടുക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഒരു വിഷമം വരുമ്പോ ആശ്വസിപ്പിക്കാനും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയും. അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളൊന്നും അടുത്തില്ലാത്തവർക്ക് കൂട്ടുകാരികൾ വലിയ സമാധാനം മാഡം. ഇനി ഞാൻ എങ്ങനെയാ നിങ്ങളോട് നോ പറയാ? പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ പാർവതി. പ്രശ്നോ? എന്താ മാഡം? നിങ്ങളുടെ റൂമിൽ ഇപ്പൊ തന്നെ 3 പേരില്ലേ? ഇവരും കൂടി അതിലേക്ക് വന്ന 5 പേരായി. പക്ഷേ 3 ബെഡല്ലേ ഉള്ളൂ. നിങ്ങളെങ്ങനെ കിടക്കും? മാഡം, എനിക്ക് ആ റൂമിൽ താമസിക്കാൻ പറ്റില്ല. വേറെ റൂം തരണം. എന്തുകൊണ്ടാ നിനക്ക് ആ റൂമിൽ താമസിക്കാൻ കഴിയാത്തത്? പ്രൈവസി ഇല്ല മാഡം. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന കണ്ട ഈ മീരയുടെ വക 100 ഉപദേശങ്ങളുണ്ടാവും. 24 മണിക്കൂറും ഫോണിൽ സംസാരിക്കുന്ന ദോഷമാണ്. ഇത്രയും പേരെ നീ മാറി മാറി വിളിക്കുന്നത് നിന്റെ ഭാവിക്ക് ദോഷം ചെയ്യുന്നൊക്കെ. എന്റെ ഭാവി തൊലഞ്ഞുപോയ ഇവക്കെന്താ? എനിക്ക് ഫോൺ ചെയ്യാതിരിക്കാൻ പറ്റില്ല മാഡം. മാഡം റൂം ചേഞ്ച് ചെയ്ത് തന്നേ പറ്റൂ. ആയിക്കോട്ടെ, നിന്റെ പരാതി ഞാൻ മുഖവിലേക്ക് എടുത്തില്ലെന്ന് വേണ്ട. നീ റൂം നമ്പർ 7ലേക്ക് മാറിക്കോ. താങ്ക് യു മാഡം. നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. നിങ്ങൾ 4 പേരും മീരയുടെ റൂമിൽ താമസിച്ചോളൂ. ഒരു കട്ടിലും കൂടി ഇടാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. അയ്യോ, ലേറ്റായി. എങ്ങോട്ടാ മാഡം? അമ്പലത്തിൽ. അമ്പലത്തിലോ? ആ, ഈ ടൗണിൽ വന്നിട്ട് ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല. ഞാനും കൂടെ വന്നോട്ടെ മാഡം? പിന്നെന്താ?
പെട്ടെന്ന് പോയി റെഡിയായിട്ട് വാ